വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒരുപാട് കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് കുറച്ചധികം റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഹെയർ സെറം വീഡിയോ ചെയ്യാമോന്ന്. എനിക്ക് ഒരുപാട് കമൻസ് വരുന്നതാണ്, ചേച്ചി ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യാറുണ്ടോ, മുടി സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യാറുണ്ടോ, എങ്ങനെയാണ് മുടി ഇത്ര സിൽക്കി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും അതിന് എനിക്ക് ഒരേ ഒരു ഉത്തരമുള്ളത്, ഞാൻ ചെയ്ത് കൊടുക്കുന്ന പാക്സും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്ന സിറവുമാണ്. ഇത് ഹോം മെയ്ഡ് ഹെയർ സിറമാണ്, ഞാനല്ലാതെ കടയിൽ നിന്നൊന്നും വാങ്ങിക്കുന്നില്ല. ഓൾറെഡി ഞാനൊരു ഹെയർ സിറത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെയർ ഗ്രോത്ത് ആകാനായിട്ട്. അതും നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും നല്ലതാണ്, ആ ഹെയർ സെറവും നല്ലതാണ്, മുടി നന്നായിട്ട് വളരാൻ നല്ലതാണ്. പക്ഷേ എല്ലാവർക്കും ഒന്നും അത് വാങ്ങിക്കാൻ പറ്റില്ല, കാരണം അതിന് 600 എബോവ് എങ്ങാണ്ട് റേറ്റ് ആയിരുന്നു. ഞാൻ ഓഫർ വന്ന സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്, പക്ഷേ എല്ലാവർക്കും അത് വാങ്ങിക്കാൻ പറ്റില്ല. നമ്മളെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ അത് വാങ്ങിച്ച് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണ്. പിന്നെ പുറത്തൊക്കെ ഉള്ളവർക്കാണ് ഇതുപോലെ ഹെയർ പാക്കുകളും കാര്യങ്ങളും ഒന്നും ഇടാൻ പറ്റാത്ത ടൈപ്പ് ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇതൊന്നും അവൈലബിൾ അല്ലാത്തവർക്കാണ് തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതല്ലേ മാർഗമുള്ളൂ. അല്ലാതെ കുറേ പേർക്കൊക്കെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടം. പാക്കുകളാകട്ടെ, സിറമാകട്ടെ, ഓയിലാകട്ടെ, എല്ലാം വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഹെയർ സിറം ഉണ്ടാക്കാൻ പോവാണ് ഇന്ന്. ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് കാരണങ്ങൾ കൊണ്ടൊക്കെ നീണ്ടു പോയിട്ടുണ്ട്, കാരണം ഒരുപാട് റിക്വസ്റ്റ് വരുമ്പോൾ അത് മുൻപേ ചെയ്യുമായിരുന്നു. ഇത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ്. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ ചെയ്തേക്കാം, റിക്വസ്റ്റുകളും കൂടുന്നുണ്ട്, ബാക്കി റിക്വസ്റ്റുകളൊക്കെ അവിടെ നിൽക്കട്ടെ ചെയ്യാന്ന്. അപ്പം കണ്ടില്ലേ, എൻ്റെ മുടി ഇപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഞാൻ എണ്ണ കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴാണ് കുറച്ച് കേളി അല്ലെങ്കിൽ കുറച്ച് വേവി ഹെയറിലേക്ക് പോകുന്നത്. അതല്ലാത്ത പക്ഷം ഞാൻ കുളി കഴിഞ്ഞിട്ടായാലും രാത്രിയിലും ഒക്കെ ഈ ഹെയർ സിറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് തന്നെ കിടക്കും. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ്ലി ഹെയർ വാഷ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ മുടി എപ്പോഴും ഫ്രിസി ആയിട്ട് കിടക്കും. ഹെയർ നനച്ചില്ല എങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര ഫ്രിസി ആയിട്ട്, ഫ്രണ്ടൊക്കെ ഒരുമാതിരി ഇങ്ങനെ ചുരുണ്ട് കൂടി വല്ലാത്ത വൃത്തിയായിട്ട് കിടക്കും. അപ്പം ഞാൻ ഈ ഹെയർ സിറം യൂസ് ചെയ്യും, അന്നേരമാണ് എനിക്ക് മുടി ഒതുങ്ങി കിടക്കുന്നത്. ഇത് കുളി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ, രാത്രി ഓവർനൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പുറത്ത് പോകുമ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന അടിപൊളി സിറമാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതിപ്പം അരക്കുപ്പി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി നമ്മൾക്ക്. ഇത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ട്. ഹെയർ സിറം എന്നൊക്കെ പറയുന്നത് നമ്മൾ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ, ഒരുപാടൊന്നും വാരി പാക്കുകൾ ഇടുന്ന പോലെ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ റെഡിയാക്കിയെന്ന് കണ്ടേ, വേഗം പോയി കണ്ടിട്ട് വരാം. സിറം ഉണ്ടാക്കാനായിട്ട് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. വീട്ടിലുണ്ടാകുന്ന അലോവേര ജെല്ല് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ജെല്ല് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചേക്കുവാണ്. ജസ്റ്റ് ആ ജെല്ലൊന്ന് ഉടച്ച് വെച്ചേക്കുവാണ്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, റോസ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്, പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 2 എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലാസ് ജാറും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആ ഗ്ലാസ് ജാറിൽ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഗ്ലാസ് ജാർ എടുത്ത് വെച്ചിട്ട് ഒരു അരിപ്പ് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കറ്റാർവാഴ ജെല്ല് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇട്ടപ്പോൾ തന്നെ പെട്ടെന്ന് അലുത്ത് ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ, മിക്സിയിൽ ആ ജെല്ല് എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ അടിച്ചായിരുന്നു, ഒറ്റ തവണയൊന്ന് അടിച്ചായിരുന്നു. അപ്പോൾ ആ കട്ട പിടിച്ചിരിക്കുന്ന ഒന്ന് ലൂസായിട്ട് കിട്ടും. പിന്നെ ഞാൻ ആ ജെല്ല് എടുത്ത സമയത്ത് കുറച്ച് ഇലകളൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം മാറി കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഇങ്ങനെ അരിപ്പ വഴി അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ജ്യൂസ് മാത്രം മതി, ഇങ്ങനെ എടുക്കുന്ന ാണ് എപ്പോഴും ബെറ്റർ കേട്ടോ. കറ്റാർവാഴ ജെല്ല് ഞാൻ ഇത്രയും അരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു കറ്റാർവാഴ, ഒരു മീഡിയം സൈസ് കറ്റാർവാഴ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നിന്ന് 1 സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഗ്ലിസറിൻ ഒഴിക്കണം. 1/2 സ്പൂണോ 1 സ്പൂണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവേ. പിന്നെ റോസ് വാട്ടർ ഒരു 2 സ്പൂൺ ഒഴിച്ചു കേട്ടോ. ഇതിപ്പോൾ എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചേക്കുന്നുണ്ടോ, ഒഴിക്കുന്നൊന്നും കാണിക്കാത്ത കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ താഴെ വെച്ചിട്ട് എടുത്തെടുത്ത് വിടുമായിരുന്നേ. ഇനി ഫൈനലായിട്ട് നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് 2 ഇഷ്ടമില്ലെങ്കിൽ 1 ആയാലും ആഡ് ചെയ്യാം കേട്ടോ. ഇതിലെല്ലാ സാധനങ്ങളും തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ, ഒന്നും സ്കിപ്പ് ചെയ്യില്ല, അപ്പോഴാണ് പെർഫെക്റ്റ് റിസൾട്ട് കിട്ടുക. അതിനുശേഷം ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലാസ്സിലിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ആക്കിയ ശേഷം സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് എല്ലാം കൂടെ മിക്സ് ആയിട്ട് നമ്മുടെ ഹെയറിലേക്ക് അത് കിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മൾ സെറം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ സാധാരണ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ചെയ്താലും മതി. അപ്പം ഞാൻ അതിലേക്ക് ഇത് നിറച്ച് കൊടുക്കുകയാണ്. ഈ കുപ്പി ഫുള്ളായിട്ട് നമ്മൾ നിറച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓരോ തവണ യൂസ് ചെയ്യാൻ എടുക്കുമ്പോൾ ഷെയ്ക്ക് ചെയ്യണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നാച്ചുറൽ അലോവേര ജെൽ ആയതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. ചെയ്യുന്നതിന് കുറച്ച് സമയം മുമ്പ് എടുത്ത് പുറത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. അതല്ലാതെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അലോവേര ജെല്ലാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ കുഴപ്പമില്ല, പുറത്ത് തന്നെ ഇരുന്നോളും. പക്ഷേ എപ്പോഴും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന അലോവേര ജെൽ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കൂടുതൽ റിസൾട്ട് തരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളുടെ ഹെയർ സെറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഹെയറിലേക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ഇപ്പം ഞാൻ യൂസ് ചെയ്യാനായിട്ട് എടുത്താട്ടോ. ഇത് ഫ്രഷ് അലോവേര ജെൽ ആയതുകൊണ്ട് ചീത്തയായപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുക. യൂസ് ചെയ്യുന്നതിന് കുറച്ച് സമയം മുമ്പ് പുറത്തെടുത്ത് വെക്കുക. അതിന് ശേഷം നിങ്ങൾ സ്പ്രേ ആണ്, നന്നായിട്ട് സ്പ്രേ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ തണുപ്പ് കാര്യങ്ങളൊന്നും പറ്റാത്ത ടൈപ്പ് ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കയ്യിലൊന്ന് ജസ്റ്റ് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്വൈപ്പ് ചെയ്ത് നല്ലൊരു ചൂടാക്കിയിട്ടൊന്ന് ജസ്റ്റ് ഹെയറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൾപ്പിലും ആകാം, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നന്നായിട്ട് നിങ്ങൾക്ക് മുടി വളരുകയും നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. എല്ലാ ഇൻഗ്രീഡിയൻറ്റും തന്നെ വീട്ടിൽ കിട്ടുന്നതാണ്. ഇത് മാറ്റാമോ, ഇത് സ്കിപ്പ് ചെയ്യാമെന്നൊന്നും ആരും ചോദിക്കരുത്. ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടാണ്. ഗ്ലിസറിൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ബ്യൂട്ടി പ്രോഡക്റ്റിലാട്ടെ ഹെയർ പ്രോഡക്റ്റിലാട്ടെ എല്ലാത്തിലും തന്നെ ഗ്ലിസറിൻ്റെ കണ്ടന്റ് ഉണ്ട്. ഇപ്പോൾ വരുന്ന എല്ലാ പ്രോഡക്റ്റിലും ഗ്ലിസറിൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ബ്യൂട്ടി പ്രോഡക്റ്റുകളിൽ എല്ലാം തന്നെ ഗ്ലിസറിൻ യൂസ് ചെയ്യാറുണ്ട്. അത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ റോസ് വാട്ടറും എല്ലാവർക്കും അറിയാവുന്നതാണ്. മുഖത്തിനായാലും ഹെയറിനായാലും നല്ലതാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഓൾസോ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. പിന്നെ അലോവേര ജെൽ എല്ലാവർക്കും അറിയുന്നതാണ്. ഗുണങ്ങൾ മാത്രമുള്ളൊരു സാധനമാണ്. അതിൻ്റെ ഗ്രീൻ പോർഷൻ ഒന്നും എടുക്കേണ്ട, വൈറ്റ് മാത്രം ഞാൻ കാണിച്ചു തന്നപോലെ എടുത്താൽ മതി കേട്ടോ. അപ്പം ഇത് നമ്മൾക്കൊന്ന് അപ്ലൈ ചെയ്യാവേ. ഇപ്പം ഞാൻ ഹെയർ നനച്ചിട്ടൊന്നുമില്ല, വെറുതെ ഉണങ്ങി കിടക്കുന്ന ഹെയറാണ്. കുളി കഴിഞ്ഞിട്ടായാലും, കുളി കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ടൊന്ന് തോർത്തി വെള്ളം ഇറ്റിറ്റ് വീഴുന്ന ആ പരുവം നിൽക്കണം. പക്ഷെ ചെറിയ നനവുണ്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. രാത്രി ഉറങ്ങും മുമ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഫ്രിസ്സിയായിട്ട് ഹെയർ കിടക്കുകയാണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. കുളിച്ചിട്ടൊന്നും പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇച്ചിരി സെറം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി. പക്ഷെ ഞാൻ കാണിച്ചതേ, ഞാനൊരു 3 ഡ്രോപ്സ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്കൈലാക്കിയിട്ട് നമുക്ക് നമ്മുടെ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ മുടി ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫ്രിസി ആയിട്ട് തന്നെ കിടക്കുകയാണ്. ഇന്നലെയാണ് ഞാൻ വാഷ് ചെയ്ത്. ഇന്ന് ഹെയർ വാഷും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് ഫ്രിസി ആയിട്ട് കിടക്കുമായിരുന്നു. ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വീഡിയോയിൽ വന്നിരിക്കുമ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കാനായിട്ട്. നമുക്കൊരു സ്റ്റിക്കി ഫീലോ ഒന്നും കിട്ടില്ല കേട്ടോ. പിന്നെ ഇനി സ്പ്രേ ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മസാജ് കൊടുക്കുക സ്കാൾപ്പിലേക്കൊക്കെ. ഒരുപാട് വേണ്ട. ഞാൻ ഈ പറയുന്ന പോലെ മാക്സിമം 5 to 7 ഡ്രോപ്സ് മാത്രം മതി. അതിൽ കൂടുതൽ അപ്ലൈ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നീരിറക്കോ ഇഷ്യൂസോ ഒന്നും ഉണ്ടാകത്തില്ല. കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇത് വളരെ നല്ലതാണ്. രാത്രി നിങ്ങൾ മസാജ് ചെയ്യാറുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാത്രി മസാജ് ചെയ്താലും മുടി നന്നായിട്ട് വളരുമെന്ന്. ആ സമയത്ത് ഈ കുറച്ച് സെറം എടുക്കുക, ഒന്ന് കയ്യിലാക്കുക, നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. രാവിലെ ആയാലും എഴുന്നേറ്റ് വരുമ്പോഴായാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും സിൽക്കി ആയിട്ടും ഓൾറെഡി ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ നന്നായിട്ട് ഡിഫറൻസ് അറിയാം. നിങ്ങൾ എല്ലാവർക്കും ഉള്ളതായിരിക്കും. ഈ ഫ്രണ്ട് ഭാഗമൊക്കെ ഇങ്ങനെ പറന്നു പൊങ്ങി ഇങ്ങനെ നിൽക്കും, കുളി നനയൊന്നും ഇല്ലാത്ത പോലെ. പക്ഷെ അതെല്ലാം മാറിക്കിട്ടും. ഈ സെറം യൂസ് ചെയ്തോളം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഹെയർ സെറം, ഹോം മെയ്ഡ് ഹെയർ സെറം. ഇത് വളരെ നല്ലതാണ് യൂസ് ചെയ്യാനായിട്ട്. നമ്മളുടെ മുടി നന്നായിട്ട് വളരാനായിട്ട്, സോഫ്റ്റ് ആയിട്ട് കിടക്കാനും വളരെ നല്ല കേട്ടോ. കോൾഡോ ഇഷ്യൂസോ ഒന്നും വരത്തില്ല. എക്സസ് ആയിട്ട് ഇടേണ്ട, ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവരും റിക്വസ്റ്റ് കൊണ്ട് പെട്ടെന്ന് ഓടി വന്ന് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.